ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം തിരുലിഖിതം. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജിനിമോൾ. ഞാൻ പൂങ്കാവ് ഇടവകയിൽ നിന്നുള്ള ആളാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത കുട്ടി 7 വയസ്സുള്ള ആൻ്റണി ജോസ്, രണ്ടാമത്തെ കുഞ്ഞ് 10 മാസമായ അഹറോൻ ജോസ്. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 5 മാസമായപ്പോഴേക്കും ടെസ്റ്റ് നടത്തുകയും ആ ടെസ്റ്റിൽ കുഞ്ഞിന് ആരോഗ്യകരമായ കുഴപ്പങ്ങൾ കണ്ടതിനാൽ ഒരുപക്ഷെ അബോർഷൻ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഈ അവസരത്തിൽ ഞങ്ങൾ ഷാലോം ടിവിയിൽ ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരമായി കുടുംബസമേതം കാണാറുള്ളതാണ്, അതിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ഒരു വിഷമം ഉണ്ടായതിന് ശേഷം ഞാനും ഭർത്താവും എൻ്റെ മൂത്ത കുഞ്ഞും കൂടെ കരഞ്ഞു വിളിച്ച്, യേശുവേ, ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് തന്ന ഉദരഫലത്തെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുന്ന സമയത്ത് ഞാൻ ടെലിവിഷന് മുൻപിൽ നിന്നുകൊണ്ട് എൻ്റെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട്, യേശുവേ, തൊട്ടു സുഖപ്പെടുത്തണമേ, എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളുടെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവരുതേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആ സമയം തന്നെ എൻ്റെ വയറ്റിൽ അമർത്തി പിടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടാവുകയും ചെയ്തു. അടുത്ത ദിവസം ഞങ്ങൾ എറണാകുളത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഡോക്ടർ എന്നെ റെഫർ ചെയ്തു വിശദമായ പരിശോധനയ്ക്കായി. അവിടുത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആ റിസൾട്ട് വരുമ്പോഴേക്കും കർത്താവ് മിശിഹായുടെ സഹായത്താൽ വലിയ കൃപയാൽ എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തന്നു. യാതൊരു കുഴപ്പമില്ലെന്ന് ടെസ്റ്റ് റിസൾട്ടിൽ ഡോക്ടർമാർ വിധി എഴുതി. ആ പ്രാർത്ഥന അഭിഷേകാഗ്നി ഷാലോം ടിവിയിലെ അഭിഷേകാഗ്നിയുടെ സമയത്ത് കരഞ്ഞ് വിശ്വസിച്ച് യേശുവിനെ നാമം വിളിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഉപരിയായ ഒരു ടെസ്റ്റിന് ചെന്നു. യാതൊരു കുഴപ്പമില്ലെന്ന് മെഡിക്കൽ സയൻസ് ഇത് റിസൾട്ട് കൊടുത്തു. ഇപ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് വന്ന് ഇന്ന് ഈശോയെ സാക്ഷ്യപ്പെടുകയാണ്. 2013 മാർച്ച് 7 വ്യാഴാഴ്ച ആരോഗ്യമുള്ള മിടുമിടുക്കനായ ഒരു കുഞ്ഞിനെ ഈശോ ഞങ്ങൾ. അവന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവന്റെ പേരെന്താന്ന് പറയൂ? അഹ്റോൻ. എല്ലാവരും കുട്ടികൾക്ക് വന്നിട്ടോ, അത് നല്ല പേരാണ്, അഹ്റോൻ. പ്രൈസ് ദി ലോർഡ്. ഞാനും ഭർത്താവും കൂടെ അന്ന് തന്നെ നേർച്ച നേർന്നിരുന്നു. അട്ടപ്പാടിയിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് സാക്ഷ്യപ്പെടുത്താം എന്ന് ഞങ്ങൾ അന്ന് നേർച്ച നേർന്നിരുന്നു. യേശുവിന്റെ അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത്. മതി വരുവോളം ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നന്നായിട്ട് പാടി ആരാധിക്കാം. ഓ ദൈവമേ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മോട് യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മോട് യേശു ജീവിക്കുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേറ്റ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാചിൻ്റെ ബാധകൾ വിട്ടുപോകുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലങ്ങളെ തടസ്സങ്ങൾ വിട്ടുമാറി കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുതാപം കൊണ്ട് നിറഞ്ഞ് ഹൃദയം നുറുങ്ങി, എൻ്റെ ദൈവമേ, നന്നാകാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള ഹൃദയ അവസ്ഥ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പുതിയ ഹൃദയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ,
ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഓ രാജാവേ, കൃപ നിറയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, വചനം നിറയട്ടെ, ഉണർവ് നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, അനുഗ്രഹിക്കണ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിലേക്ക് ശാന്തമായി ഇരുന്ന് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം തൻ്റെ ദാസരിൽ അഭിമാനം കൊള്ളുന്നു എന്നതിനെ കുറിച്ചാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാം തിരുലിഖിതം. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം തിരുലിഖിതം. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പാപം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പാപകരമായ സന്തോഷങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിന് മുന്നിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി കഷ്ടതകളും കണ്ണുനീരും ത്യാഗങ്ങളും ഏറ്റെടുക്കുന്നത്, ഒരുപാട് അപമാനങ്ങളും നിന്ദനങ്ങളും ഏറ്റെടുക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ദൈവം നമ്മളെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. ഭൂമിയിൽ ഇന്ന ദേശത്ത്, ഇന്ന പട്ടണത്തിൽ, ഇന്ന പ്രദേശത്ത്, ഇന്ന ഗ്രാമത്തിൽ ഇതാ ഒരു മകനുണ്ട്. ദൈവത്തിന് അഭിമാനമാണ്. ഇത് വിശുദ്ധ ലിഖിതങ്ങളിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1-2 ഭാഗങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം നമ്മൾ എടുക്കുന്നത് ജോബിന്റെ പുസ്തകമാണ്. 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു ചേർന്നു. സാത്താനും അവനോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്, അവൻ മറുപടി പറഞ്ഞു. ദൈവത്തിന് മുമ്പിൽ ഒരു സമ്മേളനമാണ്, എല്ലാവരും കൂടിയിരിക്കുകയാണ്. അപ്പോൾ സാത്താൻ പറയുകയാണ്, ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച്, ഐ വാസ് ഗോയിങ് അറൗണ്ട് ഓൾ ഓവർ ദ എർത്ത്, ഐ വാസ് റോമിങ്, ഞാൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഭൂമി മുഴുവൻ ഊടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ അവൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ദൈവം ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരികയാണോ? എങ്കിൽ എന്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? എന്റെ ജോബിനെ നീ കണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 8. ഡിഡ് യു നോട്ടീസ് മൈ സർവന്റ് ജോബ്? എന്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? There is no one on earth as faithful and good as he is. എന്നിട്ട് വീണ്ടും പറയുകയാണ്, he worships me and he is very careful not to do anything evil. തിന്മയായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കാൻ അവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുക.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തിക നഷ്ടം വരാതെയോ ബിസിനസ് പരാജയം വരാതെയോ അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും കൃഷിക്ക് നാശം വരാതെയോ അല്ല, അതല്ല അവൻ്റെ മുഖ്യ ശ്രദ്ധ. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒന്നാമത്തെ പ്രമാണം, അവൻ്റെ ഒന്നാമത്തെ ശ്രദ്ധ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവവചന ലംഘനങ്ങളൊന്നും വരാതിരിക്കണം, ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണം. അതിനുവേണ്ടി ആവേശത്തോടെ ജീവിക്കുന്ന ജോബിനെയാണ് ഭൂമിയിൽ ദൈവം കണ്ടത്. അതുകൊണ്ട് ദൈവത്തിന് ജോബിനെ കുറിച്ച് അഭിമാനമാണ്. അതുകൊണ്ട് ആര് വന്നാലും ചോദിക്കുകയാണ്, ഇതാ സാത്താൻ വന്ന ഉടനെ ചോദിക്കുകയാണ്, നീ എൻ്റെ ജോബിനെ കണ്ടോ? Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ ദാസരെ കുറിച്ച് ദൈവത്തിന് അഭിമാനമാണ്. മറ്റൊരു ഭാഗം സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള തിരുലിഖിതങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ മോശയെക്കുറിച്ച് അഭിമാനം കൊണ്ട് വളരെ വലിയ അഭിമാനത്തോടെ മോശയെ പരിചയപ്പെടുത്തുന്ന ദൈവത്തെയാണ് ബൈബിളിൽ നാം കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? അഹറോനും മിറിയാമും അവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഈ മോശയുടെ ഭാര്യയെ പ്രതി മോശയെ ദുഷിച്ച് പറയാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി, പരദൂഷണം പറയാൻ തുടങ്ങി. അത് കർത്താവ് കേട്ടു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലിരുന്ന് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കർത്താവ് കേൾക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിറിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഉടനെ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് തന്റെ ദാസനായ മോശയെ കുറിച്ച് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ് നാം അത് കാണുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് സ്വപ്നത്തിലോ ഉറക്കത്തിലോ ഒക്കെ സംസാരിക്കും. എന്നാൽ എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മോശയുടെ ഇമ്പോർട്ടൻസ് കർത്താവ് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം പറയാണ്, ഞാൻ മോശയോട് സ്വപ്നത്തിലോ ഉറക്കത്തിലോ ഒന്നല്ല സംസാരിച്ചിട്ടുള്ളത്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ട് എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഞാൻ എൻ്റെ ദാസന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ തുനിഞ്ഞതെന്ത്? 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായിട്ട് അവനുമായി മുഖാഭിമുഖം ഞാൻ സംസാരിക്കുകയും അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? നല്ല വിധത്തിൽ ദൈവം മോശയെ അഹറോനും മിറിയാമിനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാനിതാ മുഖാഭിമുഖം സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ സ്വപ്നത്തിലോ ദർശനത്തിലോ ഒന്ന് സംസാരിക്കുന്നതല്ല മോശയുള്ള എൻ്റെ ഇടപെടൽ. ഞാൻ അവനെ നേരിട്ട് വിളിച്ചു, ഞാൻ അവനോട് മുഖത്തോട് മുഖം സംസാരിച്ചു. എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അതാണ് എൻ്റെ മുമ്പിൽ ഞാനും മോശയും തമ്മിലുള്ള ബന്ധം. അഹറോനെ, മിറിയാം, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെതിരെ സംസാരിച്ചപ്പോൾ ഭയപ്പെട്ടില്ല? തൻ്റെ ദാസനായ മോശയെ അഹറോന്റെ മിറിയാമിന് പരിചയപ്പെടുത്താനും അവരിൽ മോശയിലുള്ള തൻ്റെ അഭിമാനം വെളിപ്പെടുത്താനും ദൈവത്തിന് നാണമില്ല, മടിയില്ല. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു ദാസനെ ദൈവം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 തൊട്ട് 8 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ് നാം കാണുന്നത്. അബ്രാഹം എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിമാനമാണ് അവിടെ ദൈവം കാണിക്കുന്നത്. അബ്രാഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ ദൈവത്തിൻ്റെ സന്തോഷവും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അബ്രാഹം നെഗേബ് പ്രദേശത്ത് വന്ന് താമസമാക്കി. അപ്പോൾ ഗരാറിലെ രാജാവായ അബിമലേക്ക് അബ്രാഹത്തിന്റെ ഭാര്യയെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിൽ ദൈവം അവിടെ ഇടപെടുകയാണ്. അതാണ്
ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതത്തിൽ നാം വായിക്കുന്നത്, ദൈവം സ്വപ്നത്തിൽ രാത്രിയിൽ അവന് പ്രത്യക്ഷപ്പെട്ട് അബിമലേക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം ഇതാ നീ പിണമായി തീരാൻ പോകുന്നു, കാരണം അവൾ മറ്റൊരുവന്റെ ഭാര്യയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അബിമലേക്ക് ഒന്നും അറിയാതെ ഇതാ നശിക്കാൻ പോകുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ദൈവം പറയാണ്, നീ സ്വന്തമാക്കിയിരിക്കുന്ന ഈ സ്ത്രീ നിമിത്തം ഓ അബിമലേക്ക്, നീ ഇതാ പിണമായി തീരാൻ പോകുന്നു, കാരണം അവൾ മറ്റൊരുവന്റെ ഭാര്യയാണ്. അബിമലേക്ക് ഭയപ്പെട്ടു. അവൻ ചാടി എഴുന്നേറ്റു. അവന്റെ നിസ്സഹായാവസ്ഥയും അവന്റെ നിഷ്കളങ്കതയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ദൈവം വീണ്ടും അവനോട് സംസാരിക്കുന്നുണ്ട്. അതാണ് 7-8 തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അവൻ ഒരു പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. ഇവിടെ ദൈവം അബ്രാഹത്തെ അബിമലേക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അബിമലേക്കിന് ഈ അബ്രാഹത്തെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് ദൈവം നേരിട്ട് വന്നാണ് പരിചയപ്പെടുത്തിക്കൊണ്ടത്. അവൻ ഒരു പ്രവാചകനാ, ഒരു വലിയ പ്രവാചകനാ ഈ അബ്രാഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വചനപ്രഘോഷണമൊക്കെ ചെല്ലുന്ന സമയത്ത് എന്നെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സംഘാടകർ, അതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ വികാരിയച്ഛനോ അല്ലെങ്കിൽ അവിടുത്തെ സംഘാടകരുടെ നേതാവോ ആരെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് പറയും, ദേ ഇത് അട്ടപ്പാടിയിലെ സെഗ്യോൻ ധ്യാനത്തിന്റെ അച്ഛനാ, ഇന്ന കഴിവ്, ഇന്ന കൃപ, ഇന്ന അച്ഛനാ എന്ന് പറഞ്ഞ് വലിയ വിധത്തിൽ അല്ലെങ്കിൽ അതിന്റെ നല്ല വിധത്തിൽ പരിചയപ്പെടുത്തുന്നത് എന്നെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്. അതേപോലെ ഈ അബ്രാഹത്തെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത അബിമലേക്ക് അബിമലേക്കോട് പറയാണ്, ദേ ഇവനൊരു പ്രവാചകനാ, വലിയ പ്രവാചകനാ, അവൻ എന്റെ സ്നേഹിതനാ, അവൻ പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അബ്രാഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പരിചയപ്പെടുത്തുന്നുണ്ട്, ഇൻ കേസ് നീ അവനെ മാനിക്കുന്നില്ലെന്ന് കരുത്, നീ അവനെ ഗവനിക്കാതെ നീ മുമ്പോട്ട് പോയാൽ നീ കർത്താവിന്റെ പ്രഹരമേൽക്കും, നീ മരിക്കും, നിന്റെ ജനങ്ങളും മരിക്കും. താക്കീതും ദൈവം കൊടുക്കുകയാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ ദാസനായ അബ്രാഹത്തെ ഒരു ദേശത്ത് അപരിചിതനായ ഒരു വ്യക്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ അഭിമാനിക്കുകയും അതിൽ വലിയ സന്തോഷത്തോടെ ഒന്ന് ഇടവഴി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് ദൈവം അഭിമാനം കൊണ്ടിരുന്ന മറ്റൊരു ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അദ്ദേഹമാണ് യാക്കോബിന്റെ പുത്രനായ പൂർവ്വ പിതാവായ ജോസഫ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ദൈവത്തിന് മുമ്പിൽ ഒരു കറയില്ലാതെ ജീവിക്കാൻ വേണ്ടി ഉത്സാഹിച്ച ഒരു ജീവിതമായിരുന്നു പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് ജോസഫിനെ കുറിച്ച് സന്തോഷിച്ചിരുന്നത്, ഇടപെട്ടിരുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 39-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുലിഖിതം. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കർത്താവ് അവന് ശ്രേയസ് കൊടുത്തു. കർത്താവ് ജോസഫിന് തൊടുന്ന എല്ലാ ശ്രേയസ് കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം. അവിടെ പൊത്തീഫർ എന്ന് പറയുന്ന ഒരു പടനായകൻ ജോസഫിനെ അടിമയായി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ജോസഫിനെ ഭവനത്തിന് മുഴുവൻ ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കർത്താവ് ആ വീട്ടിൽ പ്രവർത്തിച്ചത്? അതാണ് 39-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു.
അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവം മാനിച്ചിരുന്ന ജോസഫ് ചെന്ന് കേറിയ ആ വീട് മുഴുവന്റെ മേലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായി. എന്നിട്ട് വായിക്കുകയാണ്, അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ. ആ പോത്തിഫറിന്റെ വീട്ടിലുണ്ടായിരുന്ന വളർത്തുമൃഗങ്ങൾ, കാള, കോഴി, കഴുത, എല്ലാം, കൃഷിയിടങ്ങൾ, അവിടെയുള്ള സാധന സാമഗ്രികൾ, നീരുറവകൾ, ആ മണ്ണ്, കാലാവസ്ഥ, കോമ്പൗണ്ട്, ബിൽഡിങ്ങുകൾ, വാഹനങ്ങൾ, സർവത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ കാരണം? ദൈവം മാനിച്ചിരുന്ന, ദൈവത്തിന് വളരെ മതിപ്പുണ്ടായിരുന്ന, ദൈവത്തിന് അഭിമാനം ഉണ്ടായിരുന്ന ജോസഫ് അവിടെ ഉണ്ട് എന്നൊരൊറ്റ കാരണത്താൽ ദൈവം പോത്തിഫറിന്റെ ഭവനം മുഴുവനെയും അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പുതിയ നിയമത്തിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം ശിഷ്യന്മാരുടെ കൂടെ പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. യേശുവിന് ശിഷ്യന്മാരോട് വളരെ ഇഷ്ടമായിരുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതാ ഞാൻ ഇവരുടെ കൂടെയുണ്ട്, ഞാനാണ് ഇവരെ അയച്ചിരിക്കുന്നത്, ഇവർ പറയുന്ന വചനങ്ങൾ എൻ്റെ വചനങ്ങളാണ്, ഞാൻ ഇവരെ അംഗീകരിച്ചിരിക്കുന്നു, ഇവരെക്കുറിച്ച് എനിക്ക് മതിപ്പുണ്ട് എന്ന് സകല ജാതികളും സകല ഗോത്രങ്ങളും സകല ഭാഷക്കാരും അറിയുന്നതിന് വേണ്ടി ശിഷ്യന്മാർ പോയ സ്ഥലങ്ങളിലെല്ലാം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒരു വ്യക്തി ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ തുറക്കുമ്പോൾ, തൻ്റെ ഹൃദയത്തെ തുറക്കുമ്പോൾ, തൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന, ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന, ആ വ്യക്തിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ നടക്കുന്ന വഴികൾ ഒരുപക്ഷെ വലിയ കുഴപ്പമില്ല, എന്നാലും 100% ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല. കുറേയൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടേതായ പാപകരമായ കൂട്ടുകെട്ടുകൾ, നമ്മുടേതായ പാപകരമായ വഴികൾ, പലതരത്തിലുള്ള പാപകരമായ സന്തോഷങ്ങൾ. മകനെ, മകളെ, ഇന്ന് നീ അത് ഉപേക്ഷിക്കാൻ മനസ്സ് വെക്കുമോ? ഇന്ന് നീ അത് തള്ളിക്കളയാൻ നീ തീരുമാനമെടുക്കുമോ? നിന്റെ ദൈവത്തിലേക്ക് തിരിയാൻ നീ ഇന്ന് മനസ്സ് വെക്കുമോ? നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്ന, നിന്റെ ഓരോ കാര്യത്തിലും സന്തോഷത്തോടെ നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ നിനക്ക് നിത്യസമ്പത്തായി കർത്താവ് നൽകുക തന്നെ ചെയ്യും. എല്ലാ മക്കളും 2 കരങ്ങളും തുറന്നു പിടിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കുന്നു. 2 കരങ്ങളും തുറന്നു പിടിച്ച എല്ലാ മക്കളും ഇപ്പോൾ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ജീവിതത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദാസനായിരിക്കാൻ, അങ്ങയുടെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനായിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ തളർന്നവരെ അവിടുന്ന് ജീവൻ കൊടുത്ത് അനുഗ്രഹിക്കുന്ന കർത്താവേ, രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. Praise the Lord. Praise the Lord. 1 സാമുവേൽ 2:30 എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. Praise the Lord. Praise the Lord.
വാഗ്ദത്തത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നേശു അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ സ്നേഹനാഥ വന്നോ വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലുടനീളം നാം കാണുന്നത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ നടന്ന് അവരെക്കുറിച്ചുള്ള തൻ്റെ മതിപ്പും അവരോടുള്ള തൻ്റെ സ്നേഹവും ബഹുമാനവും വാത്സല്യം എല്ലാം വെളിപ്പെടുത്തുന്നത് ദൈവത്തെയാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കണ്ണുകൾ അന്ധമായി പോയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തോടുള്ള ബന്ധം ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ ഈ നിമിഷം എൻ്റെ കണ്ണുകളെ തുറക്കണമേ, കുരുടായി പോയ എൻ്റെ ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണമേ. കൈകൾ ഉയർത്തി ഉറക്കെ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹനാഥ വാവായേശുനാഥ വാവായൻ സ്നേഹനാഥ വന്നോ വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ.